മാറിക്കോ, താഴ്ന്ന ജാതിക്കാരുണ്ടെങ്കിൽ മാറിക്കോ. എന്താണ് അസത്ത്? അനക്ക് കളിക്കാൻ ഈ പൊതുവഴിയെ കിട്ടിയുള്ളൂ. മാക്കാക്കണം സമ്ര, ഇനി ഇവൻ ആവർത്തിക്കില്ല. മോനെ, ഇനി ആ വഴി നിന്ന് കളിക്കരുതേ. എന്താ അമ്മ ആ വഴി നിന്ന് കളിച്ചാല്? ഇത് ഉയർന്ന ജാതിയിലെ ആൾക്കാർ നടക്കുന്ന വഴിയാ. നമ്മളെ പോലുള്ളവർക്ക് ആ വഴി നടക്കാൻ സാധിക്കില്ല. മോനിനി ആ വഴി നിന്ന് കളിക്കരുത് കേട്ടോ. ശരിയമ്മ. അസത്ത് നമ്മുടെ കുളത്തിനെ ഇല്ലാതാക്കി. പിടിച്ച് കെട്ടണം അവനെ. അയ്യോ സമ്പ്ര, വിട് സമ്പ്ര, ഞാനിനി ആവർത്തിക്കില്ല. അയ്യോ സമ്പ്ര, വിട് സമ്പ്ര, വിട് സമ്പ്ര, അയ്യോ വിട് സമ്പ്ര. എന്റെ മോന, അതാ അവർ കമ്പിൽ കെട്ടി കൊണ്ടുപോകുന്നു. അയ്യോ എന്റെ മോൻ. അടിക്കല്ലേ സമ്പ്ര, അയ്യോ അടിക്കല്ലേ സമ്പ്ര, അയ്യോ അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ സമ്പ്ര, അയ്യോ സമ്ര, എന്റെ മകനെ വിടൂ. അങ്ങനെ മാറി നിക്ക. അശുദ്ധം. അടിക്കല്ലേ സമ്പ്ര, അയ്യോ അടിക്കല്ലേ സമ്പ്ര, അയ്യോ അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ സമ്പ്ര, അടിക്കല്ലേ. അടിക്കല്ലേ സമ്പ്ര, അയ്യോ അടിക്കല്ലേ സമ്പ്ര, അയ്യോ അടിക്കല്ലേ, അയ്യോ അടിക്കല്ലേ സമ്പ്ര, അടിക്കല്ലേ. മോനെ, ഒന്നുമില്ലടാ, ഒന്നുമില്ല, ഒന്നുമില്ല. എന്ത് പറ്റി? നമ്മുടെ പൈതൽ ആ പുറത്തിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ അവർ നമ്മുടെ കുഞ്ഞിനെ തല്ലിച്ചതച്ചത്. ഇനി ആ പുറം നമുക്ക് സ്വന്തം. വരൂ, നമുക്ക് ഒരുമിച്ച് പോരാടാം. നമുക്ക് ഒരുമിച്ച് പോരാടാം, നമുക്ക് ഒരുമിച്ച് പോരാടാം, നമുക്ക് ഒരുമിച്ച് പോരാടാം. ആ മണ്ണയിലിടുമ്പോൾ നമ്മുടെ അമ്മയെ കുറച്ച് വിചാരാക്കി. അശുദ്ധം. ആ കുളം ഉടനെ തന്നെ ഓടുക. പോക, അവരെ വെറുതെ വിടരുത്. ശരി തമ്പ്ര. ഈ കുളം മൂടണമെങ്കിൽ നമ്മളെ കൊല്ലണം. ഞാനിന്റെ തമ്പ്രയോട് പറ, ഇനി ഈ കുളം നമ്മുടെ ആണ്. ശരിയല്ലോ. ഈ കുളത്തിൽ ഇനി നിങ്ങൾക്ക് പേടിക്കാതെ ഇറങ്ങാം. ഒരു തമ്പ്രക്കം വരെ ചോദിക്കാൻ വരത്തില്ല. ഈ വിജയം നമുക്ക് ആഘോഷിക്കാം. ഓഹോ, ഈ വിജയം നമുക്ക് ആഘോഷിക്കാം. ഓഹോയ്, ആഹായ്, ആഹായ്, ആഹായ്. തമ്പ്ര, കുളം മൂടാൻ സാധിച്ചില്ല. ആ അയ്യങ്കാളിയും കൂട്ടരും കുളത്തിൽ എടുത്തു ചാടി. ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല തമ്പ്ര. കുളത്തിൽ എടുത്തു ചാടിയെന്നോ? ഇങ്ങനത്തെ കൊണ്ട് എന്തിനു കൊള്ളാം. മാറാം. അവരിപ്പോ സന്തോഷിക്കായിരിക്കും. അവർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ ആഘോഷിക്കട്ടെ. ചിക്കുണ്ണി, അവരുടെ ഇടയിൽ നമ്മളും ആളുകളോട് പറ, ആഘോഷം ചെയ്ത അയ്യങ്ങളെ ഒന്ന് തീർക്കാൻ. ഇതവന്റെ അവസാനത്തെ ആഘോഷമാകട്ടെ. പോകാം.
നമുക്കിത് മാത്രം പോരാ. നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. എനിക്കറിയാം സഹോദര, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നാളെ തന്നെ ചെയ്യുന്നുണ്ട്. ജീവിച്ചിട്ടുണ്ട്. വേദന ഇനി മിണ്ടാതിരിക്കില്ല. ആരും ഇത് പൊട്ടിത്തെറിയത് കല്ല പക്ഷം ആൾക്കാരും സഹോദര സഹോദര എനിക്ക് സഹോദര എനിക്ക് എനിക്ക് മോരും അയ്യങ്കാളിയെ കൊല്ലാൻ സാധിച്ചില്ല. അവരുടെ ആൾക്കാർ വന്ന് അവനെ രക്ഷിച്ചു. കൊല്ലാൻ സാധിച്ചില്ലേ? നിന്നെയൊക്കെ കൊണ്ട് എന്തിന് കൊള്ളാം? എന്റെ കൺമുമ്പിൽ നിന്ന് പോകാം. തമ്പ്ര അയ്യങ്കാളി അവരുടെ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്തത് കേട്ടു. തമ്പ്ര അതുപോലെ പഠിക്കാത്ത കുറവേ ഉള്ളൂ. ആര് വിചാരിച്ചാലും അത് നടക്കാൻ പോണില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അയ്യോ തമ്പ്ര, ജാതി വ്യത്യാസം പരിഗണിക്കാതെ എല്ലാവർക്കും വിദ്യാലയ പ്രവേശനം നൽകണമെന്ന് ദിവാൻജി ഉത്തരവിട്ടു. തമ്പ്ര, ഇനി നമ്മൾ എന്തു ചെയ്യും? ഏത് ഉത്തരവ് വന്നാലും എന്റെ നാട്ടിൽ അവർക്ക് പഠിപ്പില്ല. എന്റെ നാട്ടിൽ ഞാൻ പറയുന്നതാണ് നിയമം. നമസ്തേ, ഇരിക്കൂ. ഇന്നലെ പഠിപ്പിച്ച എഞ്ചോടി എല്ലാരും പഠിച്ചോ? എനിക്കറിയാം സാർ. എന്നാൽ എഴുന്നേറ്റ് ചെല്ലിക്കേ. 1 2 2 2 2 4 3 2 6 4 2 8 5 2 10 6 2 12 7 2 14 8 2 16 9 2 18 10 2 20. ഇരിക്കൂ. ഞങ്ങളുടെ കുട്ടികൾക്കും ഈ പള്ളിക്കൂടത്തിൽ പഠിപ്പ് വേണം. നിങ്ങളെ പോലുള്ളവർക്ക് ഈ പള്ളിക്കൂടത്തിൽ പഠിപ്പുമില്ല, ഒന്നുമില്ല. കടന്നു പോവുക. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പില്ല എങ്കിൽ നിങ്ങളുടെ വയലുകളിൽ പുല്ലും കളയും വളരും. ഞങ്ങൾ ആൾക്കാരെ കിട്ടില്ല. ഞങ്ങളുടെ കുട്ടികൾക്കും ഇവിടെ പഠിപ്പും സ്വാതന്ത്ര്യവും വേണം. ഞങ്ങൾ മനുഷ്യരാണ്. ഇരിക്കേ അവിടെ. അയ്യേ അശുദ്ധ അശുദ്ധ. ഇനി ഞാൻ ആ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കില്ല. എന്താ കാര്യം? ഇന്ന് അയ്യങ്കാളി പള്ളിക്കൂടത്തിൽ വന്നിരുന്നു. അവരുടെ ഒരു കുട്ടിയെ അവിടെ ഇരുത്തി അശുദ്ധമാക്കി. അശുദ്ധം? ആ പള്ളിക്കൂടം നമുക്കിന് വേണ്ട. ചിക്കുണ്ണി, ഇത് തന്നെ ആ പള്ളിക്കൂടം തീയിട്ട് നശിപ്പിച്ചവരുടെ ഏർപ്പാട് ചെയ്യൂ. അവർ പള്ളിക്കൂടമല്ലേ തീയിട്ട് നശിപ്പിക്കുന്നു. എന്നാൽ നിത്യമണിക്ക് നശിക്കില്ല. അത് അനിശ്ചിതമാണ്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കൊടുവിൽ ഐക്യജാതിക്കാരുടെ വിദ്യാലയ പ്രവേശനത്തെ തടയില്ലെന്ന് താൽക്കാലികമായെങ്കിലും സമ്മതിക്കാൻ പൂർണ്ണകൾ നിർബന്ധിതരായി. പുതിയ ജാതിക്കാർക്ക് വേണമെങ്കിൽ ഒരു സ്കൂൾ സ്ഥാപിച്ച് നടത്താമെന്ന് സർക്കാർ ഉത്തരവിറക്കി. അങ്ങനെ 1904 വെങ്ങാനൂരിലെ പുതുവൽ വിളാകം എന്ന സ്ഥലത്ത് ഒറ്റയായി വാങ്ങിയ 18 സെന്റ് സ്ഥലത്ത് അയ്യങ്കാളി ഒരു കുടിപ്പള്ളിക്കുളം സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് 1906 സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയും പരമേശ്വരൻ പിള്ള എന്ന ഓർമ്മജാതിക്കാരനായ അധ്യാപകൻ അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. ഇന്ന് ജാതിയുടെ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ സ്കൂളിലെയും എല്ലാ കുട്ടികളും ഒരുപോലെ വിദ്യാഭ്യസിക്കാൻ സാധിക്കുന്നു. അതിന് അവസരമുണ്ടാക്കിക്കൊണ്ട ഇളയരാജാവ് എന്ന് വിളിക്കുന്ന ശ്രീ അയ്യങ്കാളിയെ നന്ദിയോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം.